കേരള സർക്കാരിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് അല്പസമയത്തിനകം ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും. രണ്ടാം തവണയാണ് കെ.വി. തോമസ് ധനമന്ത്രിയെ കാണുന്നത്. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. നമ്മളിതിന് പുറകെ പോവുക, അവരുടെ കാര്യങ്ങൾ പറയുക, മനസ്സിലാക്കുക. മാത്രമല്ല കോടതിയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, കേന്ദ്രം നിഷേധിച്ചിട്ടില്ല, തരില്ല എന്ന് പറഞ്ഞിട്ടില്ല. കാരണം കഴിഞ്ഞ 10-ാം തീയതി കേന്ദ്ര സഹമന്ത്രി ഹോം മിനിസ്റ്റർ തന്ന കത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ടീം ഓഗസ്റ്റ് 8 മുതൽ 10 വരെ പരിശോധിച്ചു. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്, ഹോം മിനിസ്ട്രി, അഗ്രികൾച്ചർ മിനിസ്ട്രി, ഫൈനാൻസ് മിനിസ്റ്റർ, ആ കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. അപ്പോൾ ആ പരിശോധിച്ച് തീരുമാനം എടുക്കുന്ന കോടതി പോലും പറയുന്നത്. നമ്മുടെ MP-മാരും ഒക്കെ ചോദിക്കണം, എന്തുകൊണ്ട് വൈകുന്നു, മറ്റു സംസ്ഥാനങ്ങളിൽ കിട്ടി. ഇതേ ചോദ്യമാണ് കേരളം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ തുടരെ ചോദിക്കുന്ന ഇതേ ചോദ്യം തന്നെയാണ്. വയനാടിൻ്റെ ഇഷ്യൂ മാത്രമല്ല, നമുക്ക് കടമെടുക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ദേശീയപാത എടുക്കുന്നുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ കാലാകാലങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ട്, നമ്മുടെ ധനകാര്യമന്ത്രി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞു പോകണതല്ലല്ലോ ശരി. നമുക്ക് കാര്യം നടക്കണമെന്നുള്ളത് ആഗ്രഹം. PR സുനിൽ ചേരുന്നു വിശദാംശങ്ങളുമായി. സുനിൽ, വീണ്ടും ഇപ്പോൾ കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ് ധനമന്ത്രിയുമായി കെ.വി. തോമസ്. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇത് രണ്ടാം തവണയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അവഗണന ഇപ്പോഴും തുടരുകയാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണല്ലോ ഇപ്പോഴും ഉള്ളത്. 2000 കോടിയിലധികം രൂപയാണ് കേന്ദ്രത്തോട് സഹായമായി കേരളം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായിരിക്കും കേന്ദ്രത്തിന്റെ നിലപാട് എന്നത് നിർണായകവുമാണ്. വിനീത, തീർച്ചയായും ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവർക്ക് ഇതുവരെയും സഹായം എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് തീർച്ചയായും ദൗർഭാഗ്യകരമായ ഒരു സാഹചര്യം തന്നെയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും യാതൊരു ന്യായീകരണവും നിലനിൽക്കുന്നതല്ല. ഏതായാലും കേന്ദ്ര സർക്കാർ ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പാക്കേജ് ഈ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നൽകാനുള്ളൊരു തീരുമാനത്തിലേക്കും കേന്ദ്ര സർക്കാർ പോയിട്ടില്ല. ഏതായാലും ഇക്കാര്യത്തിൽ പരസ്പരമുള്ള പഴിചാരലുകൾക്കപ്പുറത്ത് വയനാട്ടിലെ ജനങ്ങൾക്ക്, ബാധിക്കപ്പെട്ട ജനങ്ങൾക്ക് കൃത്യമായി ഒന്നും എത്തുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യം. ഏതായാലും ഇന്നിപ്പോൾ കെ.വി. തോമസ്, കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ.വി. തോമസ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അല്പസമയത്തിനകം കൂടിക്കാഴ്ച ആരംഭിക്കും. ഏതായാലും കെ.വി. തോമസ് പറയുന്നത് വയനാട് ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവർക്ക് സഹായം നൽകുന്നതിനായി, വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനത്തിനായി കേരളത്തിന് സഹായം വേണം, പ്രത്യേക സഹായം വേണം. ഇതിന്റെ എല്ലാ വിവരങ്ങളും കേന്ദ്ര സർക്കാരിന് നൽകി മാസങ്ങളായി. ഇതുവരെയും കേന്ദ്ര സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണ് കെ.വി. തോമസിന്റെ നിലപാട്. ഏതായാലും ഇന്നിപ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിളിച്ചിട്ടാണ് താൻ പോകുന്നത് എന്നാണ് കെ.വി. തോമസ് വ്യക്തമാക്കിയത്. എന്തായിരിക്കും നിർമ്മല സീതാരാമൻ ഇത്തരമൊരു ചർച്ച വിളിക്കാനുള്ള സാഹചര്യം എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തത് തന്നെയാണ്. കാരണം ഈ വിഷയത്തിലൊക്കെ തന്നെ എത്രയും വേഗം നടപടി സ്വീകരിക്കേണ്ടതാണ്. കാലതാമസമില്ലാതെ സഹായം എത്തിക്കുന്നതിനുള്ള നടപടികളുമായി കേന്ദ്രം മുന്നോട്ട് പോകേണ്ടതായിരുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലും ദുരന്തമുണ്ടായപ്പോൾ പലപ്പോഴും കേന്ദ്ര സർക്കാർ വേഗത്തിൽ ഇടപെട്ടു. പക്ഷേ കേരളത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരു വലിയ കാലതാമസം ഉണ്ടാകുന്നുണ്ട്. PM കെയർ പോലുള്ള നിധി പ്രധാനമന്ത്രിക്ക് തന്നെയുണ്ട്. PM കെയർ നമുക്കറിയാം, കഴിഞ്ഞ 2020 ആരംഭിച്ച PM കെയറിൽ 2020 വരെ ഏതാണ്ട് 10,000 കോടി രൂപയിലധികം സംഭാവനകൾ എത്തിയിട്ടുണ്ട്. ആകെ 3,000 കോടി രൂപയാണ് അതിൽ ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ വലിയ തുക കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകമായി എന്തെങ്കിലും ഒരു സഹായം വയനാട് നൽകണം എന്ന് കേന്ദ്ര സർക്കാരിനോ പ്രധാനമന്ത്രിക്കോ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നൽകാനുള്ള ഒരുപാട് സാധ്യതകളും സാഹചര്യങ്ങളും കേന്ദ്രത്തിന് മുമ്പിലുണ്ട്. പക്ഷേ അത്തരം നടപടികൾ ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. സംസ്ഥാന സർക്കാരാണെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ സഹായം കാത്തിരിക്കുന്ന ഒരു സാഹചര്യവുമാണ്. ഏതായാലും ഈ കെ.വി. തോമസ് നടത്തുന്ന ചർച്ചയിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നറിയാൻ നമുക്ക് അല്പം കൂടി കാത്തിരിക്കാം. ഏതായാലും ഇന്ന് കേരളത്തിലെ MP-മാർ പാർലമെന്റിൽ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. NK പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള MP-മാർ ഈ വിഷയം അടിയന്തര വിഷയമായി പരിഗണിക്കണമെന്നും ഇതിൽ പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. ഏതായാലും ഇന്ന് അദാനി വിഷയത്തിലെ ബഹളത്തിനിടയിൽ വയനാട് വിഷയത്തിൽ ചർച്ചയൊന്നും വന്നില്ല. ഏതായാലും ഇത്തരത്തിൽ കേരളത്തിലെ MP-മാർ
മന്ത്രിമാർ ദേശീയ തലത്തിൽ സമ്മർദ്ദം ചെലുത്താനൊക്കെ തന്നെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സഹായം എത്തിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനം ഇപ്പോഴും വൈകുകയാണ്. ദേശീയ ദുരന്തം പ്രഖ്യാപിക്കാത്തത് അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. വയനാട്ടിനെ സഹായിക്കാൻ കേരള സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ഈ വർഷത്തെ സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിലേക്ക് കേന്ദ്രം നൽകേണ്ട പണം നേരത്തെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ 290 കോടിയോ 300 കോടിയോളം രൂപ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് വയനാടിന് വേണ്ടി വിനിയോഗിക്കാം എന്നാണ് കേന്ദ്ര സർക്കാർ ഒരു വിശദീകരണമായി പറയുന്നത്. പക്ഷേ വയനാട്ടിനെ സഹായിക്കാൻ വയനാട്ടിൽ പുനരധിവാസം കൃത്യമായി നടപ്പാക്കാനായി സംസ്ഥാന സർക്കാരിന് ചുരുങ്ങിയത് 2000 കോടി രൂപയിലധികം ചിലവ് വരും. അപ്പോൾ ആ തുക എങ്ങനെ സംസ്ഥാന സർക്കാർ കണ്ടെത്തും എന്നത് സംസ്ഥാന സർക്കാരിന് മുന്നിലെ വലിയ ചോദ്യമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ ഇപ്പോഴും കേന്ദ്രം തയ്യാറല്ല, ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ്. ഏതായാലും ഇന്നത്തെ യോഗത്തിന് ശേഷം അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ശരി, PR സുനിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.